ഹലോ ഗൈസ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ ടെന്നീസ് കോർട്ടിൽ TKM കോളേജിലെ ടെന്നീസ് കോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറയാമല്ലോ, ഞങ്ങളിപ്പം നോർമലി ഫൈനൽ ഇയർ ആയി ഒരു 6-7 മാസത്തോടെ ഉള്ളു നോർമലി. അന്നേരം ഞങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ഫീലിങ്സും കുറച്ച് കാര്യങ്ങളെയാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ കുറേ എൻജോയ് ചെയ്യും, പഠിക്കും, സപ്ലി അടിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു കോളേജ് ലൈഫിലേക്ക് വരുമ്പോൾ കോളേജ് മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നോർമലി നമ്മൾ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടും, അതുപോലെ കുറേ നല്ല ടീച്ചേഴ്സിനെ കിട്ടും. പിന്നെ നമ്മൾ കോളേജ് പഠിക്കുന്നതിൻ്റെ ഒരു വൈബ് അനുസരിച്ച് നമുക്ക് നല്ല ആ ഒരു വൈബും കിട്ടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നോർമലി നമ്മൾ കോളേജ് വന്ന് പഠിക്കണം എന്ന് മാത്രം ഒരിക്കലും ആരും വിചാരിക്കരുത്. ഞാൻ സത്യം പറയുകയാണ്, ഒരിക്കലും കോളേജിൽ വന്ന് പഠിക്കണം, പാസ്സാവണം, എനിക്ക് മാത്രം വലിയ ആളാവണം എന്ന് മാത്രം വിചാരിക്കരുത്. അതിൻ്റെ കൂടെ തന്നെ നല്ല ഫ്രണ്ട്സിനെയും കിട്ടും, അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെ കിട്ടും, നല്ല വൈബ് കിട്ടും, കുറേ മെമ്മറീസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രണയമൊക്കെ, നിങ്ങൾക്ക് കോളേജ് പ്രണയമൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ആണെങ്കിൽ കോളേജ് ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് കറങ്ങാൻ പോകാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടോ. പക്ഷേ ഇതെല്ലാം നമുക്ക് കോളേജ് ലൈഫിലും കിട്ടും, സ്കൂൾ ലൈഫിലും കിട്ടും. പക്ഷേ സ്കൂൾ ലൈഫിൽ നമുക്ക് കുറച്ച് ഫ്രീഡം കുറവാണ്. കോളേജ് ലൈഫിലേക്ക് വരുമ്പോൾ കുറച്ച് ഫ്രീഡം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് മാത്രം കിട്ടും. സത്യം പറയാമല്ലോ, കോളേജ് ലൈഫിലും സ്കൂൾ ലൈഫിലും എൻജോയ് ചെയ്യുന്നത് നമ്മളെ ഉള്ളൂ. കോളേജ് ലൈഫ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല ലോകത്തായിരിക്കും. നമ്മളെ കൂടെ നിന്ന ഫ്രണ്ട്സ് ഒന്നും ചിലപ്പം കാണത്തില്ലായിരിക്കും. അവർ ഓരോ ജോലിക്കും, ജോലി സ്ഥലത്ത് പോയാലേ ചിലവരെ കാണാൻ പറ്റത്തുള്ളത് തന്നെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നാണെങ്കിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾ കോളേജിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആക്കുക. അതുപോലെ തന്നെ അഭിനയം അവിടെ നിന്ന് കിഴപ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ടെന്നീസ് കോർട്ട്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ടെന്നീസ് കോർട്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ടെന്നീസ് കളിക്കാം, അപ്പുറത്തെ വോളിബോൾ കളിക്കാം, അവിടെ ജിമ്മുണ്ട്. ജിമ്മ് കഴിഞ്ഞ വീട്ടിലിട്ടല്ലോ. ഇതുപോലൊക്കെ കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IV ട്രിപ്പ്, അങ്ങനെ പിന്നെ സപ്ലി പിന്നെ ഓൾറെഡി ഉള്ളതാണ്. അത് ബിടെക്കിലും ഡിഗ്രിയിലായാലും ഏറ്റവും കൂടുതൽ ബിടെക്കിനകത്താണ് നിന്ന് കുറേ സപ്ലിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് സപ്ലി നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നില്ല. സോ പഠിക്കാൻ മാത്രം വരാതെ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, കറങ്ങാൻ പോവുക, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ ഇതൊക്കെ മിസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോളേജ് ലൈഫ് കഴിഞ്ഞ് നമ്മൾ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ഫൈനൽ ഇയർ അവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഫീലിങ്സൊക്കെ മനസ്സിലാവുന്നു. അയ്യോ, നമ്മൾ അന്ന് ചെയ്യാതിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതെ വിട്ടല്ലോ, അല്ലെങ്കിൽ അന്ന് ചെയ്ത് തുടങ്ങിയെങ്കിൽ നമുക്ക് ഇന്ന് ആ ഒരു നിലയിൽ എത്തിയേനല്ലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അതൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക, നല്ല കോളേജ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അടിച്ചു പൊളിക്കുക. അത് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് ലൈവ് ഇടുന്നതായിരിക്കും. ലൈവിൽ ഞാൻ കുറച്ച് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറയുന്നതായിരിക്കും. പിന്നെ കണ്ടല്ലോ, ഇതൊക്കെയാണ് ടെന്നീസ് ബോൾ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നല്ലൊരു വീഡിയോ നമുക്ക് സെറ്റാക്കാം. ലൈവ് സ്ട്രീം ഓർക്കണ്ട. അപ്പോൾ ബൈ.